പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദേവി. സ്റ്റുഡിയോയിൽ ഒപ്പം MB ശശികുമാർ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിലെ വിശിഷ്ടാതിഥി നമുക്കെല്ലാം സുപരിചിതയായ ശബ്ദകലാകാരിയാണ്. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്കെല്ലാം പരിചിതയായ ഈ ശബ്ദകലാകാരിയെ ശ്രീമതി ദേവിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമസ്കാരം. എങ്ങനെയാണ് ഈ ശബ്ദകലാകാരി എന്ന ലോകത്തേക്ക് താങ്കൾ കടന്നു വരുന്നത്? അവിടെ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞാനൊരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡാൻസിൻ്റെ ഒരു അരങ്ങേറ്റം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കിട്ടിയപ്പോൾ അച്ഛൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ ഒരു പേഷ്യൻ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കേർട്ടസി, ഒരു മര്യാദ പാലിക്കാതെ ഞാൻ റൂമിലേക്ക് ഓടിച്ചെന്ന് കയറി അച്ഛനെ ഈ ഫോട്ടോസ് കാണിച്ചു. അപ്പോൾ ഈ പേഷ്യൻ്റായിട്ട് വന്നിരുന്ന ആൾ ഒരു ആർട്ട് ഡയറക്ടറായിരുന്നു, സാനന്ദരാജ് സാറ്. അപ്പോൾ സാറ് ആ ഫോട്ടോസ് വാങ്ങി നോക്കി. എന്നിട്ട് ചോദിച്ചു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ കുട്ടിയല്ലേ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിക്കളിക്കാൻ പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വിജയകൃഷ്ണൻ സാർ, ഡയറക്ടർ, അദ്ദേഹവുമായിട്ട് സാനന്ദരാജ് സാറ് വീട്ടിൽ വരികയും അവരൊരു പുതിയ സീരിയൽ, അന്ന് ദൂരദർശൻ മാത്രമുള്ള കാലഘട്ടമാണ്, 91 മറ്റോ. അപ്പോൾ അതിൽ കഥാസംഗമം എന്ന് പറഞ്ഞ് ഒരുപാട് കഥകളുടെ ഒരു സംഗമം, ഒരു സീരിയൽ 13 എപ്പിസോഡ്, അന്ന് അത്രയുമേ ഉള്ളൂ. അപ്പം അതിലൊരു കഥ, അന്നത്തെ നാടകം എന്ന് പറഞ്ഞിട്ട് അതിലൊരു കുട്ടിയുടെ കഥാപാത്രമുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എന്നെ നോക്കി, അമ്മയും അച്ഛനും എന്നെ നോക്കി. അപ്പം എന്താണ് അഭിനയം, അല്ലെങ്കിൽ എന്താണ് ഞാൻ അവിടെ പോയി ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം TV കാണുമ്പോൾ ഈ അവസാനം പേരെഴുതി വരുമല്ലോ, ടൈറ്റിൽസ് പോകുമല്ലോ, ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് എൻ്റെ അത്ഭുതമാണ് അന്ന്. അതറിയാൻ വേണ്ടി അഭിനയിക്കാൻ പോയതാണ്. അത് 1ാം ക്ലാസ് ആ ഒരു ടൈമിലാണ്. ഇന്നുള്ള 1ാം ക്ലാസ് കുട്ടികളുടെ അത്രയും എക്സ്പോഷറോ അറിവോ ഒന്നും നമുക്ക് ആ കാലഘട്ടത്തിലില്ലല്ലോ. കൊല്ലത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ. കുട്ടികളുടെ തന്നെ ഒരു കഥയാണ്, കുട്ടികൾ കളിക്കുന്നതായിട്ടും ഒക്കെ തന്നെയായിരുന്നു. അവർ പറഞ്ഞതുപോലെ ചെയ്തു എന്നതിൽ കവിഞ്ഞ് അതിനകത്ത് ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അന്ന് തന്നെ ശബ്ദവും കൊടുക്കാൻ തുടങ്ങിയോ? അതെ. പിന്നെ അടുത്ത പ്രോസസ്സ് ഇതിൻ്റെ ഡബ്ബിങ്. അപ്പോൾ ഡബ്ബിങ് എന്താണ്, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒന്നും അറിയില്ല. ഡബ്ബിങ്ങിന് വിളിച്ചു, ഓക്കെ ഡബ്ബിങ്ങിന് പോയി. അങ്ങനെ ആദ്യമായിട്ട് അന്നിവിടെ തിരുവനന്തപുരത്ത് വെയിലി എന്ന് പറയുന്ന സ്ഥലത്ത് രോഷ്നി എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ. അന്ന് ലോ ബാൻഡ് സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ പോയി ഞാൻ ആദ്യമായിട്ട് മറ്റൊരാൾ ഡബ്ബ് ചെയ്യുന്നതാണ് കാണുന്നത്. സുമാസ്കറിയ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റ്, ചേച്ചി ഡബ്ബ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് കയറുമ്പോൾ ഇച്ചായ എന്ന് വിളിക്കുന്ന ഒരു ഡയലോഗാണ് ചേച്ചി 2-3 ടേക്ക് അത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യേ ഇച്ചായ എന്ന് വിളിക്കാൻ പോലും അറിഞ്ഞൂടെ ഈ ആൻറ്റിക്ക് എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, ഇവിടെ വന്ന് നിൽക്കൂ, അപ്പം അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡബ്ബിങ് പ്രോസസ്സ് കാണുന്നതും ഡബ്ബിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ തന്നെ കഥാപാത്രത്തിന് ആദ്യമായിട്ട് ഡബ്ബ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞാണ് ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന ഒരു വർക്ക് വരുന്നത്. അത് 92 മറ്റോ ആയിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. 93 അതിൻ്റെ ടെലികാസ്റ്റ്. അതും ഇതുപോലെ 13 എപ്പിസോഡാണ്. അപ്പോഴത്തേക്കും V-Trax എന്ന് പറയുന്ന സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് വന്നു. അവിടെയായിരുന്നു ഇതിൻ്റെ ഡബ്ബിങ്. ഇതിൻ്റെ ഡബ്ബിങ്ങിന് എൻ്റെ തന്നെ കഥാപാത്രം ഡബ്ബ് ചെയ്യുന്ന ടൈമിൽ ചെല്ലമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, 2 ഡയലോഗേ ഉള്ളൂ. എൻ്റെ പുസ്തകം ഇങ്ങത്താ എന്നോ മറ്റോ പറയുന്നൊരു ഡയലോഗാണ്. ഈ കുട്ടിയല്ലേ, ഞാൻ പറയാം, അതും ഞാൻ പറയാം എന്ന് പറഞ്ഞു. വെറുതെ അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് എൻ്റെ ഫസ്റ്റ് ഡബ്ബിങ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്. ഒരുപക്ഷെ ഒരു കുടയും കുഞ്ഞുമെങ്ങളും ആയിരിക്കും ദേവിയെ വീടുകളിൽ വളരെ പരിചിതയാക്കിയത്. തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു അന്നത്തെയും ഇന്നത്തെയും എൻ്റെ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു കാലഘട്ടത്തിലുള്ളവർ ഇപ്പോഴും എന്നെ തിരിച്ചറിയുന്നത് ഒരു കുടയും കുഞ്ഞുപെങ്ങളിലെയും കുഞ്ഞുപെങ്ങൾ എന്ന് പറഞ്ഞ് തന്നെയാണ് പലരും. അതെ, എന്നെ പരിചയപ്പെടുമ്പോഴും എന്നോട് സംസാരിക്കാൻ വരുമ്പോഴും കുഞ്ഞുപെങ്ങളല്ലേ എന്ന് ചോദിച്ച് വരുന്നവർ ഒട്ടനവധിയാണ് ഇപ്പോഴും. അതിനുശേഷം ഈ സ്റ്റുഡിയോസിലൊക്കെ വേറെ കുട്ടികളുടെ കഥാപാത്രങ്ങൾ വരുമ്പോൾ എന്നെ ഡബ്ബ് ചെയ്യാൻ വിളിക്കാൻ തുടങ്ങി. അന്ന് പക്ഷെ കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ ശബ്ദം കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ശബ്ദ ലോകത്തേക്ക് ഞാൻ വരുന്നത്. അതോടൊപ്പം അഭിനയവും ഉണ്ടായിരുന്നു അക്കാലത്ത് അല്ലേ? അതെ, ബാലതാരമായിട്ട് ഈ ഒരു കുടയും കുഞ്ഞു പെങ്ങളിനും ആദ്യമായിട്ട് എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി ആ വർഷത്തെ. ആ ഒരു സമയത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ തേടി വന്നു. അങ്ങനെ ഒരു 10th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ചില പരസ്യ ചിത്രങ്ങളെല്ലാം അഭിനയിച്ചിരുന്നു അല്ലേ? അതെ അതെ അതെ. എനിക്ക് ഓർമ്മ പെട്ടെന്ന് ഒരു സോഡ മേക്കറുടെ പരസ്യത്തിൽ തിലകൻ സാറും ബിന്ദു മണിക്കർ ചേച്ചിയും ഒക്കെ ഉള്ള ഒരു. എങ്ങനെയായിരുന്നു ഈ പരസ്യങ്ങളുടെ അഭിനയത്തിന്റെ ഓർമ്മ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സോഡ മേക്കറിന്റെ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ഒരു രാത്രിയായിരുന്നു. അന്ന് തിലകൻ സാറിന് ആ ഒരു ടൈമേ ഉള്ളൂ. അദ്ദേഹം വളരെ തിരക്കായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഒരു രാത്രി ഫുൾ ഷൂട്ട് ചെയ്തു.
വൈകുന്നേരം ഒരു 6:30 തുടങ്ങി പിറ്റേ ദിവസം രാവിലെ 6 മണിക്കാണ് ഈ പരസ്യ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിയുന്നത്. രസമായിരുന്നു. അപ്പോൾ സാറിൻ്റെ കൂടെയുള്ള ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അന്ന് ഇദ്ദേഹം വലിയൊരു നടനാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്നോ ഉള്ള ഒരു അറിവൊന്നും അന്നില്ല. തിലകൻ സാറിനെ അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകളിലുള്ള ആളാണെന്നതിൽ കവിഞ്ഞ് ഇന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ കൂടെ നമുക്കൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഇന്നാണ് അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ശബ്ദ നിയന്ത്രണത്തിലും അദ്ദേഹത്തിന് അപാരമായ പാഠമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കണ്ടു പഠിക്കേണ്ട ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുള്ള ഒരു ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ലേണിംഗ് ആണ്, അല്ലാതെ ഒരിടത്ത് എത്തി എന്നൊന്നും പറയാനുള്ള ഒരാളാണ് ഞാൻ ആയിട്ടില്ല. അദ്ദേഹം ഒരു സ്റ്റേജിൽ നിന്നൊക്കെ വന്നതല്ലേ നാടക പ്രവർത്തനം? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം പക്ഷേ ദേവിക്ക് പറയാനുണ്ടാവില്ല. നാടകം ആക്ച്വലി ഞാൻ 2 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ കുഞ്ഞിലെ. പേരിപ്പോൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഓർക്കുന്നില്ല. സ്കൂൾ പഠിക്കുമ്പോൾ ആ സ്കൂൾ ടൈമിൽ തന്നെ. പക്ഷെ അത് സ്കൂളിലെ നാടകമല്ല, പുറത്ത് 2 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരെണ്ണം ഒരുപാട് റിഹേഴ്സലൊക്കെ എടുത്ത് തന്നെ ചെയ്തതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ മറ്റൊരു നാടകം ചെയ്തത് അത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാടകമായിരുന്നു. അത് പക്ഷെ റിഹേഴ്സൽസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഏതോ ഒരു ഷൂട്ടിങ്ങോ ഡബ്ബിങ്ങിൻ്റെ ഇടയിൽ നിന്ന് ചെന്നിട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് ഡയറക്റ്റ് സ്റ്റേജിൽ കയറി ഒരു റിസ്ക് എടുത്ത് ചെയ്ത ഒരു നാടകമായിരുന്നു. അങ്ങനെ ആ 2 നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നാടക കലാകാരന്മാരെ ഞാൻ അന്ന് തൊഴുതു മനസ്സാലേ. കാരണം ഒരു റീടേക്കിനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു ഡയലോഗ് തെറ്റാൻ പറ്റില്ല. ഇപ്പം മൈക്കിൻ്റെ ഫ്രണ്ടിൽ എനിക്കൊരു ഡയലോഗ് തെറ്റിയാൽ എനിക്കൊരു തവണ കൂടി എടുക്കാം. എത്ര തവണ വേണമെങ്കിലും ഡയറക്ടർ വില്ലിങ് ആണെങ്കിൽ എനിക്ക് ഒരു റീടേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഒരു സ്പേസും ഇല്ല. വൺസ് റെൻഡേർഡ് അത് റെൻഡേർഡ് ആണ്. അത് ദ ബെസ്റ്റ് ആയിരിക്കണം. മൈക്കിൻ്റെ പൊസിഷൻസ് അങ്ങറ്റം വരെ ഇരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ എസൻസ് എത്തിക്കുക എന്ന് പറയുന്നത് അപാരമായ കഴിവുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നാടകത്തിൽ തുടരാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണോ അതോ? അല്ലല്ല, ആ 2 നാടകങ്ങളിൽ എന്നെ വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. എങ്ങനെയായിരുന്നു വീട്ടിൽ ഈ കലാപ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ? വീട്ടിൽ കലാപ്രവർത്തനത്തിനുള്ള പിന്തുണ എന്ന് പറയാൻ, ബാലൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശ്രീ മുതുകുളം രാഘവൻ പിള്ള, എൻ്റെ അപ്പൂപ്പനാണ്. അതായത് എൻ്റെ മുത്തശ്ശൻ്റെ ബ്രദറാണ്. അപ്പം ആ ഒരു കലാ പാരമ്പര്യം കുടുംബത്തിനുള്ളിലുണ്ട്. അച്ഛൻ നല്ലൊരു കലാകാരൻ ആയിരുന്നു. അദ്ദേഹം ഡോക്ടറായിരുന്നു ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ. അച്ഛൻ നാടകങ്ങളിൽ അച്ഛൻ്റെ രീതിയിൽ കോളേജിൽ അഭിനയിക്കുകയും പാട്ടുപാടുകയും, പിന്നെ അച്ഛൻ്റെ അമ്മ നല്ലൊരു കലാകാരിയായിരുന്നു. എല്ലാ ഇൻസ്ട്രുമെൻസും അക്കാലത്തുള്ള ഹാർമോണിയം, തബല, വയലിൻ, വീണ ഒക്കെ വായിക്കുന്ന അമ്മുമ്മയായിരുന്നു അത്. പക്ഷെ ആ കഴിവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. വളരെ ലിമിറ്റഡായിട്ടേ കിട്ടിയിട്ടുള്ളൂ. വളരെ ലക്കിലി അത് കിട്ടി എന്നുള്ളതാണ്. അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും ഞാൻ മൃദംഗം പഠിച്ചിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പം മൃദംഗം പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീണ പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴാണെങ്കിലും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം അത് പഠിപ്പിക്കാൻ അവർ വില്ലിങ് ആയിരുന്നു. ഇനി എന്തെങ്കിലും പഠിപ്പിക്കണോ എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഈ ഡബ്ബിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴേക്കും തിരക്കായി. അപ്പോൾ കംപ്ലീറ്റ് അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതിൽ പൂർണ്ണമായും ഒരു സമയം അർപ്പിക്കാനുള്ള അവസരമുണ്ടായത്. തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു എന്താ പറയുക സ്ട്രോങ് പില്ലറാണ്. അമ്മയില്ലെങ്കിൽ ഇന്നും ഈ ഇൻ്റർവ്യൂവിന് ഇവിടെ വന്നിരിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. അമ്മയുടെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അങ്ങനെ ഫാമിലി ആയിട്ട് നോക്കുകയാണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഡബ് ചെയ്യാനും സാധിക്കുന്നത്. നമുക്ക് അക്കാലത്തേക്ക് ഓർമ്മിക്കുന്ന ഒരു ഗാനത്തിലേക്ക് പോയാലോ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ട് നടന്നൊരു പാട്ട്, അങ്ങനെ ഓർമ്മയിലുള്ള ഒരു ഗാനം ചോദിച്ചാൽ ഏതാണ് പറയുക? സ്കൂളിൽ പഠിക്കുമ്പോഴെന്നല്ല, ഇപ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു പഴയ ഗാനം എനിക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ ഗാനങ്ങളും ഇഷ്ടമാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് സ്വർണ്ണച്ചാമരം എന്നുള്ള ഗാനമാണ്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഗാനമാണ്, അതിൻ്റെ വരികളും എല്ലാം. അപ്പം അതൊന്ന് കേൾക്കാം. വയലാർ ദേവരാജൻ ടീമിൻ്റെയാണ്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. അതെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? വീണ പഠിച്ചിട്ടുണ്ട്, പാട്ടായിട്ട് വളരെ കുറച്ച് നാൾ. പക്ഷെ അതെനിക്ക് പറ്റില്ല, പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ കോൺഫിഡൻ്റ് അല്ല പാടാനായിട്ട്. ഇപ്പോൾ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോഴും ചിലപ്പോൾ പാടേണ്ട അവസരങ്ങൾ ഉണ്ടാകും. അതിൻ്റെ വലിയ ടെൻഷനാണ്. എനിക്ക് ഡയലോഗ് പറയുന്നതിനേക്കാൾ ടെൻഷൻ പാടേണ്ടി വരുമോ എന്നാൽ കോൺഫിഡൻ്റ് അല്ല. മൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊരു പാട്ട് പാടുമെന്ന് പറയുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ല. ഇപ്പം ഞാൻ ഡാൻസ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഡാൻസിൻ്റെ പാട്ടുകളൊക്കെ ഞാനിപ്പം അവിടെ തന്നെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടികൾ
കുട്ടികളെ പഠിപ്പിക്കുമ്പോഴോ ഞാൻ പാടും. അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഒരു മൈക്കിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഒരാൾ പാടുമെന്ന് പേർപ്പസ്ലി എന്നോട് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷേ ഡയലോഗ് പറയാൻ ആ പേടിയില്ല. എന്നാലും ഒരു വർക്കിന് ഇപ്പോഴും ഒരു ഡബ്ബിങ് ഫസ്റ്റ് ആ സിനിമയുടെ ഒരു വർക്കിന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയലിൻ്റേതാണെങ്കിലും ആദ്യത്തെ ഡയലോഗ് പറയുന്നത് വരെ ഇപ്പോഴും ടെൻഷനാണ്. അവർ നമ്മളാ ഡയലോഗ് പറഞ്ഞ സംവിധായകൻ ഓക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വണ്ടർഫുൾ അല്ലെങ്കിൽ എക്സലൻ്റ് എന്ന് പറയുന്നതിനേക്കാളും ഓക്കെ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഒരു മനസമാധാനം ഉണ്ടാവുക. അതുവരെ ടെൻഷനാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ കലാ മത്സരങ്ങൾക്കെല്ലാം പോകുമായിരുന്നു? ഡാൻസിനും മിമിക്രി, മോണോ ആക്ട് അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത്. ഇപ്പം അതൊന്നുമില്ല. മൃദംഗം അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. സമ്മാനങ്ങളൊക്കെ അതൊക്കെ ഉണ്ട്. എവിടെയായിരുന്നു കോളേജ് വിദ്യാഭ്യാസമൊക്കെ? സ്കൂൾ ഹോളി ഏഞ്ചൽസ് കോൺവെൻ്റ് ആയിരുന്നു തിരുവനന്തപുരത്ത്. കോളേജ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തത്. എങ്ങനെയാണ് ആകാശവാണിയിൽ ഒരു കലാകാരിയായി വരുന്നത്? ആകാശവാണിയിൽ കലാകാരിയായി വരുന്നത് ഞാൻ ഈ ഡബ്ബിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് TP രാധാമണി ആൻറ്റി എല്ലാവർക്കും സുപരിചിതയാണല്ലോ. രാധാമണി ആൻറ്റി ചോദിച്ചു എന്തുകൊണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷന് പോയിക്കൂടാ. അപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും അറിവില്ല, കുട്ടിയല്ലേ. അപ്പോൾ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഓഡിഷൻ ഉണ്ടാവും, അവിടെ പോകണം, അവിടെ ഇങ്ങനെ ഒരു ഫോമുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കും, അപ്പോൾ ഓഡിഷന് വിളിക്കും, തീർച്ചയായിട്ടും ഈ കുട്ടിയെ വിടണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ അപ്ലൈ ചെയ്യുന്നതും എന്നെ ഓഡിഷന് വിളിക്കുന്നതും. ഇവിടെ വന്നപ്പോൾ ഒരു പേപ്പറിൽ കുറേ വാക്കുകൾ തന്നതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ. എനിക്ക് തോന്നുന്നു ഞാനൊരു 2ാം 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണിത്. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടാണ്? അതെ അതെ. അപ്പോൾ കുറേ വാക്കുകൾ, ആകാശം, സംഗീതം, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ എഴുതിയൊരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ വാക്കുകളൊക്കെ പറയിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് വായിക്കാൻ, അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നീട് എന്നെ ഒരു നാടകത്തിന് ഇവിടെ റെക്കോർഡിങ്ങിന് വിളിച്ചു. പക്ഷെ അതെനിക്കൊരു പുതിയ അനുഭവമാണ്. കാരണം ഡബ്ബിങ്ങിന് ചെല്ലുമ്പോൾ നമുക്ക് നേരത്തെ സ്ക്രിപ്റ്റ് ഇല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് കാണുന്നു, ആ ലിപ് മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ പറയുന്നു, അപ്പം പഠിച്ച് അപ്പം പറയുകയാണ്. പക്ഷേ ഇത് നമുക്ക് തലേദിവസമേ സ്ക്രിപ്റ്റ് തരും. ഇവിടെ വന്നിരുന്ന് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഇരുന്ന് വായിക്കും, കറക്ഷൻസ് വരുത്തും. അടുത്ത ദിവസമാണ് റെക്കോർഡിങ്. ചിലപ്പോൾ 2 ദിവസം റിഹേഴ്സൽ, 1 ദിവസം റെക്കോർഡിങ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. എല്ലാവരുടെയും കൂടെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ആ റെക്കോർഡിംഗ് പ്രോസസ്സും വളരെ ഒരു ഇതാണ്. അതായത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് പേപ്പറിൻ്റെ ശബ്ദം ഉണ്ടാവാതെ ഈ സ്ക്രിപ്റ്റ് മാറ്റി അടുത്ത ഡയലോഗിലേക്ക് പോകുന്നത് അതൊരു വലിയ പ്രോസസ്സായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ എനിക്ക് ഡബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്നത് നാടകത്തിലാണ്. ഇവിടെ നാടകത്തിൻ്റെ റെക്കോർഡിങ്ങിന് വരുമ്പോഴാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഡബ് ചെയ്ത് തുടങ്ങി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ ട്രാക്സിലേക്ക് മാറി. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഡബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മാറി. ഇപ്പം നമ്മുടെ കഥാപാത്രമാണെങ്കിൽ അത് മാത്രം വന്ന് ഡബ് ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചും നമ്മളൊരു ഡയലോഗ് പറഞ്ഞാൽ അതിൻ്റെ കൗണ്ടർ ഡയലോഗ്സ് പറയുന്ന ആൾ കൂടെ നിന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തത് റെൻഡർ ചെയ്യുമ്പോൾ അത് അത്രയും അവർ പറഞ്ഞതും കൂടി ഉൾക്കൊണ്ട് പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മുടെ ഔട്ട്കമും വളരെ നന്നായിരിക്കും. ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ജീവൻ, ഒരു ആത്മാവ് നമ്മൾ പറയുന്നതിന് ഉണ്ടാവും. കുറച്ചും കൂടി ഒരു റിയാലിറ്റി ഉണ്ടാകും. കുറച്ചുകൂടെ നാച്ചുറൽ ആയിരിക്കും. മറ്റൊരു കാര്യം, ആകാശവാണിയിൽ വന്നൊരു നാടകം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തെ പൂർണ്ണമായും ദേവി തന്നെ അവതരിപ്പിക്കുകയാണ്. മറ്റേത് വേറെ ആൾക്ക് വേണ്ടി അതെ, തീർച്ചയായും നമ്മുടെ ആത്മാവുണ്ട്. അതെ, എൻ്റെ ബോഡി ലാംഗ്വേജ് ആരും കാണുന്നില്ല എന്നേ ഉള്ളൂ അതിൽ. പക്ഷേ എനിക്കത് ഉൾക്കൊണ്ട് അതുപോലെ തന്നെ എനിക്കത് അവിടെ ചെയ്യാൻ പറ്റും. അപ്പം മറ്റൊരാളുടെ ബ്രീതിങ് പാറ്റേണിൽ പറയാതെ എൻ്റെ ബ്രീതിങ് പാറ്റേണിൽ തന്നെ എനിക്കത് റെൻഡർ ചെയ്യാനായിട്ട് സാധിക്കും. സാറ് പറഞ്ഞ പോലെ അതെ, പൂർണ്ണമായും അത് എൻ്റെ കഥാപാത്രമാവുകയാണ്. അപ്പം അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളുടെ കഥാപാത്രങ്ങൾ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നു. പിന്നെ മുതിർന്നതിന് ശേഷവും നല്ല കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നിട്ടുണ്ട്. ഇവിടെ നാടകോത്സവത്തിനും ഇപ്പോൾ ആരാച്ചാർ, ലങ്കാലക്ഷ്മി, അങ്ങനെയുള്ള നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട്. അതിന് വളരെ താങ്ക്ഫുള്ളാണ്, ഒരുപാട് നന്ദി പറയുന്നു. കാരണം ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ് അല്ലേ? അത് തീർച്ചയായിട്ടും വളരെ അഭിമാനത്തോടു കൂടി അത് വളരെ ചെറുപ്പത്തിലെ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അതെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ എ ഗ്രേഡ് കൊണ്ട് നടക്കുന്നത്. കാരണം എനിക്ക് ആദ്യം ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു. ഞാൻ കുറേ നാൾ അപ്ഗ്രേഡ് ചെയ്തില്ല എൻ്റെ ഗ്രേഡ്. അക്കാര്യം എനിക്ക് അറിവില്ലായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ ഇവിടെ നാടകത്തിന് വന്നപ്പോഴാണ് ദേവി എന്താണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാത്തത്? അപ്പം ഞാൻ ചോദിച്ചത് എന്താണ്, ഞാനിവിടെ ഒരു റെമ്യൂണറേഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇവിടെ നാടകങ്ങളിൽ പങ്കെടുത്തിരുന്നത്. നാടകങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പോഴാണ് പറയുന്നത് ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ട് ഇവിടെ, അത് ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ ഓർത്തു ഇവിടെ എല്ലാവരെയും സുപരിചിതരാണ്. അപ്പം ഞാൻ പറഞ്ഞു സമയം ഇല്ല, നമ്മൾ ഓഡിഷൻ ടൈം അറിയിക്കാം, അപ്പം വന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടൈം കാണൂല, എന്നെ ഒന്ന് നേരത്തെ കയറ്റി വിട, വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആലുവ മണപ്പുറത്തെ പരിചയം പോലും ആരും കാണിച്ചില്ല. എന്നെ ഏതാണ്ട് ഒരു 45 മിനിറ്റ്സിൽ കൂടുതൽ ഓഡിഷൻ നടത്തി. ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെയാണോ ഓഡിഷൻ അതേപോലെ തന്നെ 2 കഥാപാത്രങ്ങൾ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. അപ്പോൾ തന്നെ സ്വന്തമായി ഡയലോഗ് ഉണ്ടാക്കി അത് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഒരു അമ്മായിയമ്മയും ഒരു മരുമകളെയുമാണ് അന്ന് എടുത്തത്. അപ്പോൾ ഒരു പോസിറ്റീവായ മരുമകളും നെഗറ്റീവായ ഒരു അമ്മായിയമ്മയും. ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി, കാരണം നമ്മൾ സ്ഥിരം സീരിയലിലും മറ്റും കാണുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ഇതിനെ തിരിച്ചിടൂ, അമ്മായിയമ്മ പോസിറ്റീവും മരുമകൾ നെഗറ്റീവുമായിട്ട് അങ്ങനെ അവതരിപ്പിക്കൂ. അങ്ങനെ എന്നെ എന്താ പറയുക ഒരുപാട് പരീക്ഷിച്ചു. പരീക്ഷണമല്ല, ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ റേഡിയോയിൽ നമ്മൾ പലപ്പോഴും അശരീരി പോലെയാണ്. ഇത് എവിടെ നിന്നാണ് നമ്മൾക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് വരുന്നതെന്ന് പലപ്പോഴും അറിയാൻ സാധിക്കില്ലല്ലോ. ഈ ഒരു ഗ്ലാസ് സ്ക്രീൻ ചിലപ്പം ചില റൂംസിൽ കവർ ചെയ്തിട്ടുണ്ടാവും. ആദ്യമായി വരുന്നവർക്ക് പലപ്പോഴും ഒരു ആശങ്കയും ഒരു ഭയവും ഉണ്ടാവുന്നത് ഈ ഒരു സ്ക്രീൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതാരാണ് എന്നോട് പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഇതെല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയ റൂമിൽ നോക്കുമ്പോൾ എല്ലാവരും അറിയുന്നവരാണ്. പക്ഷെ ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. മനസ്സിലായില്ലേ? പക്ഷെ അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നെ ഫോൺ ചെയ്തു, അത് ഞങ്ങളുടെ പ്രോസസ്സ് അതാണ്, അവിടെ പരിചയമല്ല കഴിവാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ നന്നായി. ഒരു പരിചയത്തിൻ്റെ പുറത്ത് ഒരു ഗ്രേഡ് കിട്ടുന്നതിനേക്കാളും കഴിവിൻ്റെ പുറത്ത് കിട്ടുന്നതാണ്. അത് B+, അങ്ങനെ B ഹൈ, അതിന് വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇവിടുന്ന് വിളിച്ചു അത് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ A ഗ്രേഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതും ദൈവം അനുഗ്രഹിച്ചത്. അത് പക്ഷേ ഡൽഹിയിലൊക്കെ പോയി അങ്ങനെയാണല്ലോ. അതെ, അങ്ങനെ അത് കിട്ടി. അത് പക്ഷെ ഭയങ്കര എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാര്യം അതിന് അത്രയും വിലയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരിക്കും ഒരു നാഷണൽ അവാർഡ് കിട്ടുന്ന ഇവിടുന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ഇത്രയും വിലയുണ്ട്, ഇത് കിട്ടുന്ന ആർട്ടിസ്റ്റുകൾ കുറവാണ്, വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. സോ വളരെ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അത്. താങ്കൾ കുറച്ചു മുമ്പേ പറയുകയുണ്ടായി ഡബ്ബിങ്ങിന് ആർട്ടിസ്റ്റുകൾക്ക് ഒപ്പം നിന്നാണ് ആദ്യം ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരുമിച്ച് നിന്ന് ഡബ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കലാകാരന്മാരെ ഓർക്കാൻ കഴിയുമോ? കുഞ്ഞായിരുന്നത് കൊണ്ട് തന്നെ അന്ന് പലരും ആരൊക്കെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ ചെല്ലുന്നു, ദാ ഈ കുട്ടി ഇങ്ങനെ പറയുമ്പം ഇതിൻ്റെ കൂടെ അങ്ങ് പറയണം കേട്ടോ, ഇങ്ങനെ പറയണം, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാരാണ് കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതാരാണ് അങ്ങനെയൊന്നും അറിയില്ല. ഇപ്പം മാളച്ചേട്ടൻ്റെ കൂടെയൊക്കെ സിനിമകൾ കബനി എന്നൊക്കെ പറയുന്ന ഒരു സിനിമയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഡബ് ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ എത്ര ഈസി ആയിട്ടാണ് പറയുന്നത് എന്ന് നോക്കി നിൽക്കും. പിന്നെയാണ് ചോദിക്കുന്നത് ഇതാരാണ്, ഇദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ പേരറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു സിനിമ ആദ്യമായിട്ട്, അതിന് മുൻപ് സീരിയൽസ് ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു സിനിമ ആദ്യമായി ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ അത് സ്വരൂപം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതിൽ ശ്രീനിവാസൻ സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ചു, ഈ അങ്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അതാരാ? ഞാൻ 2ലോ മറ്റോ പഠിക്കുകയാണ്. അതാണ് ശ്രീനിവാസൻ. ഓക്കെ, അത്രേ അന്നറിവുള്ളൂ. മനസ്സിലാവും. അപ്പം ഇവരുടെയൊക്കെ കൂടെ നിന്ന് ഡബ് ചെയ്യാന്ന് പറയുന്നതൊരു ഭയങ്കര, ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഇവരെല്ലാം കൂടെ? അതെ, സമൂഹം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ പിന്നീട് അഭിനയിച്ചിട്ടുണ്ട്. സുഹാസിനി മാഡം, പിന്നെ വിനീത് രാധാകൃഷ്ണൻ സാറ്. അപ്പം അവരുടെ എല്ലാം കൂടെ സ്ക്രീൻ സ്പേസും പിന്നീട് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിലാണെങ്കിലും പിന്നീട് നാടകോത്സവത്തിന് വരുമ്പോൾ വലിയ വലിയ നടന്മാരുടെയും അഭിനേത്രികളുടെയും കൂടെ ശബ്ദം ഇവിടെ ഇങ്ങനെ നാടകം ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരാച്ചാറിലൊക്കെ വളരെ എന്താ പറയുക, ഇപ്പം ലാൽ സാറിൻ്റെ കൂടെയൊക്കെ അന്നാണ്, സിദ്ദിഖ് ലാലിലെ ലാൽ സാറിൻ്റെ കൂടെ അവരായിരുന്നു ബാക്കി കഥാപാത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ സാറിൻ്റെ പോർഷൻ അന്ന് എറണാകുളത്ത് വേറൊരു ദിവസമായിരുന്നു. ബാക്കി ശരദേട്ടൻ്റെ കൂടെയൊക്കെ ഉള്ളത് ട്രിവാൻഡ്രത്താണ് നമ്മളന്ന് എടുത്തത്. അതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കം നല്ല ഭംഗിയാണ്. നമ്മൾ അത് ഇപ്പോഴും ആരാച്ചാറിനെ കുറിച്ച് എന്നെ വിളിച്ച് സംസാരിക്കുന്നവരുണ്ട്. യൂട്യൂബിലുള്ളത് കൊണ്ട് അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്. ചിലരെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളിൽ നമ്മൾ ഡബ് ചെയ്തതിനേക്കാൾ ഉപരി നാടകങ്ങൾ കേട്ടിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവർ കത്തയക്കുന്നവരുണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. ഇപ്പോൾ പിന്നെ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഇതുള്ളത് കൊണ്ട്, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, അപ്പം ഇൻസ്റ്റഗ്രാം ഒരു പേജ് മാത്രമേ ഉള്ളൂ. അതിലും വലിയ ആക്റ്റീവ് അല്ല. പക്ഷെ അതിൽ ഒരുപാട് പേര് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാറുണ്ട്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ ഇനി? തീർച്ചയായിട്ടും. പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ടല്ലോ,
ആ ഒരു ഗാനം, ഈ പാട്ടുകളെല്ലാം തന്നെയും എന്താ പറയുക, പ്ലേലിസ്റ്റിലുള്ള ഗാനങ്ങളാണ്. അതെ, ഒരു പ്രണയകാലം. അതെ അതെ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി ഗാനങ്ങളുണ്ടല്ലോ, എപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ എത്ര കേട്ടാലും നമുക്ക് മടുപ്പ് തോന്നാത്ത കുറച്ച് ഗാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് പിന്നെയും പിന്നെയും ആരോ എന്നുള്ള ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമിൻ്റെ. തീർച്ചയായിട്ടും ആ ഒരു ടീമിൻ്റെ എല്ലാ ഗാനങ്ങളും നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. തീർച്ചയായും. സീരിയലുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദം നൽകുമ്പോൾ ഏതെല്ലാം പ്രധാന നടികൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ശബ്ദം? സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ടു ബി ഓണസ്റ്റ്, എത്ര സീരിയൽ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 100,000-ൽ പരം എപ്പിസോഡുകൾ ഞാൻ പിന്നിട്ടിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലതും 1000 എപ്പിസോഡുകൾക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 2000 മുതലാണ് നമ്മൾ മെഗാ സീരിയൽസ് ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പം അന്ന് തൊട്ടേ ഞാൻ ഈ മെഗാ സീരിയൽസ് ഡബ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏതാണ്ട് 24 വർഷമായി. അപ്പോൾ 24 വർഷത്തിൽ ഈ ചാനൽസിലെല്ലാം പോകുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു ടൈമിൽ എല്ലാ ചാനലിലെ എല്ലാ മെയിൻ കഥാപാത്രങ്ങൾക്കും ശബ്ദം കൊടുത്തിരുന്ന ഒരു സമയമുണ്ട്. അപ്പം എത്ര കഥാപാത്രങ്ങളാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു കണക്കില്ല. ഇത് എഴുതി വെക്കാറുണ്ടോ ഏതെങ്കിലും? ഇപ്പോഴാണ് ആ മണ്ടത്തരം മനസ്സിലാക്കുന്നത്, ഞാൻ എഴുതി വെക്കണമായിരുന്നു എന്നുള്ളത്. കാരണം ഈ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോഴെല്ലാം മറ്റൊരു ഭാഗത്ത് എൻ്റെ പഠിത്തം, എൻ്റെ ഡാൻസ്, അല്ലെങ്കിൽ വീണ, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കല്യാണം, കുട്ടി, അങ്ങനെ ഒരു പ്രോസസ്സ് ഇതിൻ്റെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അപ്പം അതും ഇതും കൂടി ഒന്ന് ബാലൻസ്. അതായത് എനിക്ക് വീട്ടിൽ എനിക്ക് ആദ്യമേ തന്നിരുന്ന ഒരു കണ്ടീഷനുണ്ട്, പഠിത്തം ഉഴപ്പുന്ന അന്ന് ഈ കലാപ്രവർത്തനങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ്. അപ്പം പഠിത്തം വളരെ നല്ല രീതിയിലൊരു ആവറേജ് മാർക്കില്ലാതെ അതിനും താഴേക്കെന്ന് പറയുമ്പോൾ വീട്ടിൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പഠിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പഠിക്കാൻ സമയം കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം പലപ്പോഴും പകൽ മുഴുവൻ ഡബ്ബിംഗ് ആയിരിക്കും, പിന്നെ രാത്രിയിൽ കിട്ടുന്ന കുറച്ച് സമയമാണ് എനിക്ക് പഠിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ കോളേജിലായിരുന്ന സമയത്തും രാവിലെ 6 മണി മുതൽ 9 മണി വരെ ഞാൻ ഡബ് ചെയ്യും. 9 മണിക്ക് ഞാൻ കോളേജിൽ പോകും. ഉച്ചക്കലത്തെ ലഞ്ച് ബ്രേക്കിന് ഞാൻ 1 മണിക്കൂർ ഡബ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് 3:30 ക്ലാസ് കഴിയും. 4 മണി മുതൽ രാത്രിയിൽ ഒരു 7-8 മണി വരെ പിന്നെയും ഡബ് ചെയ്യും. പിന്നെ വന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ പോകുമ്പോൾ ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കാൻ, എന്ത് കഥാപാത്രം ചെയ്തു, ഏത് സിനിമ ചെയ്തു, അതൊന്നുമില്ല. അപ്പം ലൈഫിൻ്റെ 2 സൈഡും ബിസിയാണ്. അപ്പം അന്ന് ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ബുദ്ധി എനിക്കിപ്പോൾ ഇല്ല. ഏതൊക്കെ കഥാപാത്രങ്ങൾക്ക് ആർക്കൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയില്ല എന്നുള്ളതല്ല, ഞാൻ ഒരുപാട് ഓർമ്മിച്ച് പറയേണ്ടി വരും. പക്ഷേ എങ്ങനെയായിരുന്നു പ്രതിഫലമൊക്കെ? നല്ല റെമ്യൂണറേഷൻ കിട്ടുമായിരുന്നു? ഡബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പ്രോസസ്സിൻ്റെ, അതായത് നമ്മൾ കാണുന്ന സിനിമയുടെയോ സീരിയലിൻ്റെയോ പ്രോസസ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രോസസ്സുകളിൽ ഒന്നാണ് ഡബ്ബിങ് എപ്പോഴും. അപ്പോഴേക്കും പലപ്പോഴും ഈ ബഡ്ജറ്റ് മാറിപ്പോയിട്ട് പ്രൊഡ്യൂസേഴ്സിന് പിന്നെ അവർക്ക് കുറയ്ക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പലപ്പോഴും ഡബ്ബിങ് എന്ന് പറയുന്ന സെക്ഷനിലേക്കായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും പല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെയും ബാധിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ഈ പിന്നെ ഡിമാൻഡ് ഉള്ള സമയത്ത് നമ്മൾ പറയുന്ന റെമ്യൂണറേഷനിൽ നമ്മളെ കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു വർക്കിന്, ഈ ഒരു കഥാപാത്രത്തിന് ഇവരാണ് ആപ്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ അവർ അവിടെ ഒന്നും പറയില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അവർ അത് മാക്സിമം ഒരു ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളത് എപ്പോഴും പ്രൊഡ്യൂസറിൻ്റെ ഒരു മെയിൻ എയിമാണ്. അപ്പം എപ്പോഴും വരുന്നത് ഈ ഡബ്ബിങ്ങിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല റെമ്യൂണറേഷൻ ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് തന്നെ കിട്ടി തുടങ്ങി വരുമാനം. പഠിക്കുന്ന കാലത്ത്. പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ തരില്ല, കുട്ടിയായതുകൊണ്ട് അമ്മയോ പേരൻസാണ് അത് ഡീൽ ചെയ്തിരുന്നത്. പക്ഷെ ഒരു ഏർണിംഗ് മെമ്പർ ആയിരുന്നു. പക്ഷേ കുട്ടിയായതുകൊണ്ട് കയ്യിൽ പൈസ തരില്ല. പിന്നെ പോക്കറ്റ് മണി ബാക്കി കുട്ടികൾക്ക് ഒരു സാധാരണ കുട്ടിയെ പോലെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഇതിനകത്ത് അഭിനയിച്ചു അല്ലെങ്കിൽ ഡബ് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷനോ ഒന്നും വീട്ടിൽ, അടി തന്ന് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. തെറ്റ് കണ്ടാൽ വഴക്ക് പറയുകയും തല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോളേജിൽ എങ്ങനെയായിരുന്നു ഒരു ഹീറോയിൻ? കോളേജിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. ആ കുട്ടികളുടെ കൂടെയുള്ള ഒരു കുട്ടി തന്നെയാണ് ഞാനും. കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് തന്നെയാണ് പോയത്. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെന്നോ അങ്ങനെയുള്ള ഇതൊന്നും കൂട്ടുകാർ ആരും തരുമൊന്നുമില്ല. അവർക്കിടയിലുള്ള ഒരു കുട്ടിയാണ് ഞാൻ. ഈ ഇൻ ബിറ്റ്വീൻ പോയി ഡബ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ
പ്രത്യേക ഒരു അയ്യോ ദേവിയാണ് അങ്ങനെയൊന്നുമില്ല. ദേവിയാണ്, അത് നമ്മുടെ കൂട്ടുകാരിയാണ്. പക്ഷെ നമുക്കും അതാണ് നല്ലത്. എപ്പോഴും നമ്മൾ എന്തോ ഒരു ആളാണ് എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ഒരു ക്യാരക്ടറും ഒക്കെ മാറിപ്പോവും. എപ്പോഴും ഒരു സാധാരണ നിലയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട്. ഒരേ സീരിയലിലൊക്കെ 2 കഥാപാത്രങ്ങളൊക്കെ ശബ്ദം ചെയ്തിട്ടുണ്ട്. അമ്മയും മകൾക്കും ഡബ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ശബ്ദത്തിൽ എങ്ങനെ മാറ്റം വരുത്തും, അതോ അത് പ്യുവർലി ടെക്നിക്കലാണോ? അല്ല, ഇന്ന് നമുക്ക് കുറച്ചുകൂടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്യാൻ ശബ്ദം മാറ്റാൻ പറ്റും. ടെക്നോളജിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അത്രയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മാക്സിമം ഇപ്പം ചില ആർട്ടിസ്റ്റുകൾക്ക് നന്നായി ശബ്ദം മാറ്റി പറയാനുള്ള കഴിവുണ്ട്. അതായത് ഇപ്പോൾ ആനന്ദവല്ലി ആൻറ്റിയെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവില്ല അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊന്നും. ആൻറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എനിക്കാണ് ആൻറ്റി ഡബ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പൈലറ്റ് ഓഡിയോ കേട്ടതിന് ശേഷം എൻ്റെ ശബ്ദത്തിൽ പറയാൻ ആൻറ്റിക്ക് അറിയാം. എനിക്കതറിയില്ല, എനിക്ക് ഈ ഒരു ഒറ്റ ശബ്ദമേ ഉള്ളൂ. അപ്പം മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബേസ് കൂട്ടാൻ പറ്റും, കുറച്ച് ബേസ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഡിഫറൻസ് കൊണ്ടുവരാനേ എനിക്ക് കഴിവുള്ളൂ. അപ്പോൾ അമ്മയും മകളും ആകുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ബേസിൽ പറഞ്ഞിട്ട്, പക്ഷെ അതെങ്ങനെയാണ് ഈ ബേസിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ ടെക്നിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മകൾക്കാവുമ്പോൾ കുറച്ചുകൂടെ ഒരു തിൻ വോയിസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിനനുസരിച്ചും കൂടിയാണ് നമ്മളെപ്പോഴും ശബ്ദം കൊടുക്കുന്നത്. ഇപ്പോൾ വളരെ മെലിഞ്ഞ ഒരാൾക്ക് ഒരുപാടൊരു ബേസ് വോയിസ് കൊടുത്താൽ ചിലപ്പം മാച്ചായെന്ന് വരില്ല. അപ്പം ആ ഒരു ബോഡിയിൽ നിന്ന് വരുന്ന സൗണ്ടായിട്ട് മാറി നിൽക്കരുത്. അപ്പം അതനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് സ്വയം വരുത്താനായിട്ട് എനിക്ക് കുറച്ച് കഴിവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും കൊണ്ടുവന്നു. ഇപ്പം ആനന്ദവല്ലി ആൻറ്റി കന്മദത്തിലെ അമ്മൂമ്മയ്ക്ക് ഡബ് ചെയ്തത് ആനന്ദവല്ലി ആൻറ്റി ആണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. ആ ആർട്ടിസ്റ്റ് തന്നെയാണ് ഗീതയ്ക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഡബ് ചെയ്തത്. അതെ, അപ്പം അത്രയും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും കൊണ്ടുവരാൻ എനിക്ക് സാധിക്കില്ല. ഇങ്ങനെയുള്ള അമ്മ മകൾ അല്ലെങ്കിൽ ട്വിൻസ് വരുമല്ലോ, അപ്പം വളരെ ഒരു മൈനർ ചേഞ്ചേ കാണുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഓക്കെ, അഴലിൻ്റെ ആഴങ്ങളിൽ എന്ന് പറഞ്ഞൊരു ഗാനം. അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും കേൾക്കുന്ന, വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ള, നമുക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഗാനങ്ങളാണിതെല്ലാം. അങ്ങനെ അഴലിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. തീർച്ചയായും. ഡബ്ബിങ്ങിൻ്റെ ഇത്തരം ടെക്നിക്സ് ആരെങ്കിലും താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? താങ്കളുടെ ഈ പറഞ്ഞ പോലെ ആനന്ദവല്ലി അതുപോലെയുള്ള പഴയകാല ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മെൻറ്റർ അതല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ഉണ്ടോ താങ്കൾക്ക്? അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടില്ല. പലപ്പോഴും ഇവർ ഡബ് ചെയ്യുന്നത് നോക്കി പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യ കാലങ്ങളിൽ നമ്മൾ ഈ കരയുന്ന ഒരു പോർഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശ്വാസം മേളോട്ടെടുക്കും. അപ്പോഴേക്കും നമ്മുടെ മൂക്കെല്ലാം അടഞ്ഞിട്ടുണ്ടാവും അല്ലേ, സാധാരണ നമ്മൾ റിയൽ ലൈഫിൽ കരയുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ശ്വാസം മേളോട്ടെടുക്കുമ്പോൾ ഈ മൂക്ക് അടഞ്ഞ ഒച്ചയോട് കൂടിയാണ് അത് മുകളിലേക്ക് എടുക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യകാലങ്ങളിൽ ഡബ് ചെയ്യുമ്പം വെറും കാറ്റ് മാത്രമേ വരുള്ളൂ, ഒന്നും വരില്ല, അത് സിങ്ക് ആവില്ല, അത് പെർഫെക്റ്റ് ആവില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അപ്പം ഭാഗ്യലക്ഷ്മി ആൻറ്റി ആണെങ്കിലും ആനന്ദവല്ലി ആൻറ്റി ആണെങ്കിലും അവരൊക്കെ ഡബ് ചെയ്യുമ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. കരഞ്ഞിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ അവർ കരഞ്ഞിട്ടില്ല. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരുന്നു? അപ്പം അത് മാത്രം എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ അത് മാത്രം വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് തവണ ഇങ്ങനെ കരഞ്ഞൊക്കെ നോക്കിയിട്ട് ഈ ഒരു ശ്വാസം ഇങ്ങനെ എടുക്കുമ്പം അതെങ്ങനെയാണ്, ഒരു പരിധി കഴിഞ്ഞപ്പോൾ അത് വരാൻ തുടങ്ങി. ഇപ്പോൾ സിംഗിൾ ഡബ് ചെയ്ത അതെങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് തുറക്കുന്ന ടൈമിൽ നമ്മൾ തുറക്കണമെന്ന് നമ്മൾ എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മളങ്ങ് പഠിക്കുന്നതാണ്. അല്ലാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അത് സിംഗിൾ അങ്ങ് ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്ത് സിങ്ക് ചെയ്യാൻ ഓപ്ഷനുണ്ട്. നമ്മൾ ഔട്ട് സിംഗിൾ പറഞ്ഞാലും അവർക്കത് സിങ്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അത് പറ്റില്ല. നമ്മൾ സിംഗിൾ തന്നെ പറയണം, എല്ലാ ഡയലോഗും കാണാതെ പഠിച്ച് പറയണം. അന്ന് പൈലറ്റ് ട്രാക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. ആർട്ടിസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പലപ്പോഴും കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ കാണാതെ പഠിച്ചേ പറയാൻ പറ്റും. ഇന്ന് പ്രോംപ്റ്റിംഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അന്നത് കേൾക്കാൻ പറ്റില്ല. അപ്പം ഫുൾ ഡയലോഗ് കാണാതെ പഠിക്കണം. തെറ്റിപ്പോയാൽ ഒന്നേന്ന് പറയണം. ഇപ്പോൾ ഒരു 8 സെൻറ്റൻസ് ഉള്ള ഒരു ഒറ്റ പീസ് ഓഫ് ഡയലോഗ് ആണെങ്കിൽ ആ 8ഉം കാണാതെ പഠിച്ച് പറയണം. ചിലപ്പോൾ ആ 8ാമത്തെ വരിയായിരിക്കും തെറ്റുന്നത്, എന്നാലും ഒന്നേന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഇവരെങ്ങനെയാണ് ഈ ഓർത്ത് പറയുന്നത്? എങ്ങനെയാണ് ഓർമ്മശക്തി, എങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചതിന് ശേഷം എങ്ങനെയാണ് അപ്പം തന്നെ ഇത് പറയാൻ പറ്റുന്നത്? അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടു പഠിച്ചത് തന്നെയാണ്. പിന്നെ ഈ ലിപ് നോയ്സ് വരുമ്പം എങ്ങനെ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ മൈക്കിൽ സംസാരിക്കുമ്പോൾ ഇപ്പം
എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ഡയറക്റ്റ് മൈക്കിലേക്ക് പറയുകയാണെങ്കിൽ ആ കാറ്റടിച്ചൊരു ബ്ലോ ഉണ്ടാകും. അതെങ്ങനെ അവോയ്ഡ് ചെയ്ത് പറയാം, ഇങ്ങനെയുള്ള ടിപ്സ്, അല്ലെങ്കിൽ സൗണ്ട് എങ്ങനെ സൂക്ഷിക്കാം, ഇങ്ങനെയുള്ള ടിപ്സ് പല ടെക്നീഷ്യൻസും പല ആർട്ടിസ്റ്റുകളും പല ചർച്ചകളിലും ഒക്കെ ചിലപ്പം വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ടൈമിലും ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. മൈക്ക് പൊസിഷൻ എങ്ങനെ കീപ്പ് ചെയ്യണം, എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം നല്ല നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ പല നല്ല സംവിധായകരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ അറിവിൻ്റെ ഒരംശം നമുക്ക് എടുക്കാൻ പറ്റും, അത് എടുക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ അത് ആ വർക്കിന് മാത്രമല്ല പിന്നീടുള്ള നമ്മുടെ കലാജീവിതത്തിൽ ഉടനീളം അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഇന്നും ഒരു മൈക്ക് പൊസിഷൻ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഞാൻ അന്ന് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പഠിച്ചതാണ്. എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് അന്ന് പഠിച്ചതാണ്. ഇന്നും ഞാനത് കീപ്പ് ചെയ്തു വരികയാണ്. അതിനൊന്നും ഒരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ റിലീസല്ല, രണ്ടാമത് ഡിജിറ്റൽ വേർഷൻ വരുന്ന ടൈമിൽ സോണിയ എന്ന് പറയുന്ന അതിനകത്തെ ആ കഥാപാത്രത്തിന് ഞാനാണ് ഡബ് ചെയ്തത്. അന്ന് അല്ല, 2ോ 3ാമത്തെയോ പ്രാവശ്യമാണ് ഞാൻ ചെന്നൈയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ സിനിമ ചെന്നൈയിൽ പോയി വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അന്ന് അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡിസ്റ്റ് ശ്രീധർ എന്ന് പറയുന്ന വിഖ്യാതനായ റെക്കോർഡിസ്റ്റ്, അദ്ദേഹം തമിഴാണ് സംസാരിക്കുന്നത്. എനിക്കന്ന് തമിഴ് അറിയില്ല, ഇന്നും വലുതായിട്ട് തമിഴ് അറിയില്ല, പക്ഷേ ഇപ്പം കേട്ടാൽ മനസ്സിലാകും, അത്യാവശ്യം പറയും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൈക്ക് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന കാര്യം സാറ് പറയുമ്പോൾ ഞാനത് കീപ്പ് ചെയ്യുന്നില്ല. കുട്ടിയല്ലേ, ഞാൻ ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആടും. അപ്പം അത് സാറിനത് പറ്റില്ല. അപ്പോൾ സാറ് വന്നിട്ട് എനിക്ക് ചോക്ക് കൊണ്ടൊരു വര വരച്ച് വന്നിട്ട് ഈ ലൈനിൽ നിന്ന് ആനങ്ങി അടിയിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പം നമ്മൾ മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുതന്നെയാണ് ഇന്നും ഞാൻ തുടർന്ന് വരുന്നത്. അതുപോലെ ശബ്ദം സൂക്ഷിക്കുന്ന കാര്യത്തിൽ അത് പക്ഷെ പലർക്കും പല രീതികളാണ്. ചിലരുടെ ബോഡിയുടെ നേച്ചർ അനുസരിച്ചാണ്. ചിലർക്ക് തണുത്ത വെള്ളം കുടിച്ചാൽ ഒന്നും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തണുത്ത വെള്ളം പറ്റില്ല. ഒരുപാട് പുളിയുള്ള ഇത് പറ്റില്ല. ഇപ്പോൾ ഉഴുന്നുവട പോലെയുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ വർക്കിന് തൊട്ട് മുൻപ് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ എണ്ണ ഇങ്ങനെ നിന്നിട്ട് എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്യാനൊരു ടെൻഡൻസി വരും. ആ ത്രോട്ട് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത്, നാക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ കുറച്ച് ഞാനിതൊരു പ്രൊഫഷനായി കണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഇതൊന്നും അത്ര ഒരു സീരിയസ് കാര്യമല്ല എനിക്ക്. പക്ഷേ ഒരു 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഞാൻ ഹീറോയിൻ വോയിസ് ഒക്കെ ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് വളരെ ഭാഗ്യമുള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന പോയിന്റ് അവിടെയാണ്. ആക്ച്വലി ഞാൻ ഈ ഇൻഡസ്ട്രിയെ വിടണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. 10th സ്റ്റാൻഡേർഡ് ആയപ്പോൾ നോർമലി എല്ലാവരും പോകുന്ന പോലെ പഠിത്തം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചൊരു ജോലി നേടി പോകുന്ന രീതിയിലേക്ക് പോകണം എന്ന് വിചാരിച്ച ഒരാളായതുകൊണ്ട് തന്നെ 10th സ്റ്റാൻഡേർഡ് എത്തിയപ്പോൾ ഇത് നിർത്താം എന്ന് വിചാരിച്ച ടൈമിലാണ് ഈ മെഗാ സീരിയൽസൊക്കെ ഡബ്ബിങ് വരുന്നത്. അപ്പോൾ ആ ഒരു സീരിയൽ ഡബ് ചെയ്ത് നിർത്താം എന്ന് കരുതിയതാണ്. പക്ഷേ അഭിനയം നിർത്തിയെങ്കിലും ഡബ്ബിങ് നിന്നില്ല. അപ്പോൾ ഒരു കഥാപാത്രം കഴിഞ്ഞപ്പോൾ അടുത്ത കഥാപാത്രം വന്നു, അങ്ങനെ അപ്പോൾ സിനിമകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ശബ്ദം സൂക്ഷിക്കുന്നതിനെ പറ്റിയും കൂടുതൽ ബോധേഡാവാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ശബ്ദത്തിൽ ത്രോട്ട് ഇൻഫെക്ഷൻസ് വരുന്നു, അല്ലെങ്കിൽ ജലദോഷം വരുന്നു, ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, എനിക്ക് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ബോധേഡാവുന്നത് അപ്പോഴാണ്. അപ്പം ഈ ശബ്ദത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ എങ്ങനെ ഇത് സൂക്ഷിക്കണം, എൻ്റെ ബോഡിക്ക് എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചാലാണ് അലർജി ഉണ്ടാവുന്നത്, ഇതെല്ലാം ചിന്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതും, സീനിയേഴ്സായിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചിലപ്പോൾ ചോദിക്കും, ആൻറ്റി ഇങ്ങനെ വരുമ്പോൾ ആൻറ്റി എന്താ ചെയ്യുന്നത്, ഈ അസുഖം വരുമ്പോൾ ത്രോട്ടിന് ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ടിപ്സ് എടുക്കും, അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായിരുന്നു ആദ്യത്തെ ഹീറോയിൻ വോയിസ്, ആർക്കു വേണ്ടിയിട്ടായിരുന്നു? സല്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അഴകപ്പൻ സർ, സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ് ദ സല്യൂട്ട് എന്ന് പറയുന്നത്. അതൊരു ഓഫ് ബീറ്റ് മൂവിയായിരുന്നു. അത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതാണ് ഒരു ഹീറോയിൻ ക്യാരക്ടർ. അത്രയും നാൾ ഞാൻ പിന്നെ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ലെവലിലായിരുന്നു. അതാണ് ഞാൻ ആദ്യം. അതൊരു പെൺകുട്ടി, ഒരു കൊച്ചുകുട്ടിയായിരുന്നു, എൻ്റെ ഒരു ഏജൊക്കെ തന്നെയാണ്, പക്ഷേ ഹീറോയിൻ ആയിരുന്നു. അതാണ് തുടക്കം. പിന്നീട് അങ്ങനെയുള്ള കുറേ ഓഫ് ബീറ്റ് മൂവീസ് ചിത്രാഞ്ജലിയിൽ ഡബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സുചിത്ര, സിന്ധു മേനോൻ, അങ്ങനെ കുറേ സിനിമകൾ. കാവ്യ മാധവന് കൂടുതലും ശ്രീജ ചേച്ചിയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്.
കനിഹ, പത്മപ്രിയ, ഭാവന, ലക്ഷ്മി റായി, മീന, അങ്ങനെ പിന്നെ ഇവരുടെയൊക്കെ വോയിസ് വരാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ സ്ഥിരം വോയിസ് ആയി മാറി. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മീനയുടെ വോയിസ് സ്ഥിരമായിട്ട്, ഇപ്പം കഥ പറയുമ്പോൾ ആ സിനിമ മുതൽ ഇങ്ങോട്ട് ഒരു സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം മീന അഭിനയിക്കുന്നതെല്ലാം ഡബ് ചെയ്യാൻ ഒരു അവസരം ഇതുവരെ വന്നിട്ടുണ്ട്. അവര് ഡിമാൻഡ് ചെയ്യുന്നതാണോ അതോ ഡയറക്ടേഴ്സ് ആണോ? മീന പറയോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു കഥാപാത്രത്തിന് ഒരാളുടെ ശബ്ദം എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ ആ ഒരു ബോൾഡ് അറ്റംപ്റ്റ് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവാറുള്ളൂ. കേട്ട ശബ്ദം ഇനി വേണ്ട എന്ന് തോന്നുമ്പോൾ മാത്രമായിരിക്കും മാറ്റുന്നത്. അങ്ങനെയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യാൻ പിന്നീട് ഇങ്ങനെ അവസരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റായി മാറി. ഐശ്വര്യ റായ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഡബ്ഡ് ഫിലിമിന്? അയ്യോ അതെ, അത് പൊന്നിയൻ സെൽവനിലാണ് ഞാൻ അവർക്ക് വേണ്ടി ഡബ് ചെയ്തത്. ഒരുപാട് സമയമെടുത്ത് ഡബ് ചെയ്യാൻ അവസരം കിട്ടിയ ഒരു വർക്കാണ്. സാധാരണ നമുക്ക് ഇത്രയും സമയം ലഭിക്കാറില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ അവർ പറഞ്ഞ ഒറ്റ കാര്യം, അവർക്ക് അവരുദ്ദേശിക്കുന്ന റെൻഡറിങ് കിട്ടണം. അത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം, എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഫൈനൽ ഔട്ട് അവരുദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടണം. എത്ര സമയം വേണമെങ്കിലും. ദേവിയുടെ ഇഷ്ടമാണത് എത്ര സമയം എന്നുള്ളത്. ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഒരു വിഷയമല്ല, ഞങ്ങൾക്ക് ഔട്ടാണ്. ഇതിനൊക്കെ മണിരത്നം വന്നിരുന്നു, ഡയറക്ടർ വന്നിരുന്നു? ഇല്ല, ഡബ് ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി കേൾപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഓക്കെ പറഞ്ഞ ഒരു ഔട്ടാണ്. അത് ജീവിതത്തിലെ ഒരുപാട് ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് കരുതുന്നു. കാര്യം നമ്മുടെ ശബ്ദം അദ്ദേഹം കേട്ടു എന്നുള്ളത് മാത്രമല്ല, അത് ഓക്കെ പറഞ്ഞു. ഒരുപാട് പേര് അവർ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെയും ഡബിങ് ആർട്ടിസ്റ്റ് അല്ലാത്ത അഭിനേത്രികളെയും അവരിതിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഡബ് ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഏതെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആ ക്യാരക്ടറിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ ദേവിയുടെ ശബ്ദത്തിന് കഴിഞ്ഞു, അങ്ങനെ ഏതെങ്കിലും സംവിധായകർ പറഞ്ഞിട്ടുണ്ടോ? ചില സിനിമകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില സിനിമകളിൽ ഡബ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ പറയും, ഡബ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു അത് പോയി എന്ന്, പക്ഷേ ഡബ് ചെയ്തപ്പോൾ കുഴപ്പമില്ല, അത് ശരിയായി എന്ന് പറഞ്ഞ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് എടുത്ത് പറയുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റിനെ താഴ്ത്തി പറയുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. കാര്യം പലപ്പോഴും അത് ഈ അന്യഭാഷയിൽ നിന്ന് വരുമ്പോഴായിരിക്കും അങ്ങനെ സംഭവിക്കുക. തീർച്ചയായിട്ടും അത് ആർട്ടിസ്റ്റിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ആ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണ്. പലപ്പോഴും അന്യഭാഷയിൽ നിന്ന് വരുമ്പോൾ കൂടെയുള്ള ആർട്ടിസ്റ്റ് പറയുന്ന ഡയലോഗിൻ്റെ അർത്ഥം ഇവർക്കറിയില്ല. ഇവർ പറയുന്നതിൻ്റെ അർത്ഥം മാത്രമേ ഇവർക്കറിയുള്ളൂ. കൂടെ കൗണ്ടർ ഡയലോഗ്സിൻ്റെ അർത്ഥം ഇവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഫേസിൽ എക്സ്പ്രഷൻസ് ഒന്നും മാറില്ല, വെറുതെ അതിങ്ങനെ കേട്ട് നിൽക്കും. അതവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, അതല്ലാതെ അവർ നല്ല ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ടല്ല. മലയാളം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ ആസ്ഥാനത്ത് പോസ് ചെയ്യും. അപ്പം നമുക്കത് ഡബ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു നാച്ചുറൽ റെൻഡറിങ്ങിൽ ചിലപ്പോൾ അത് ഭംഗിയാവില്ല. പക്ഷേ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോൾ മാത്രമേ ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഓക്കെ, ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന് പറയുന്ന ഒരു ഗാനം, സമ്മർ ഇൻ ബത്ലഹേമിലെ. ഈ ഗാനം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ സ്കൂൾ ടൈമിൽ ഒക്കെ ഉള്ള ഗാനങ്ങളാണ്. അപ്പം ആ ഗാനം കേൾക്കാം. ഡബിങ്ങിനിടയിൽ രസകരമായ അനുഭവങ്ങൾ വല്ലതുണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ട് ഡബ് ചെയ്യേണ്ടി വരും, അതുപോലെ അതല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട്, അത്തരത്തിൽ അതല്ലെങ്കിൽ മദ്യവെച്ച ഒരു കഥാകാരിക്ക് വേണ്ടിയിട്ട് അഭിനേത്രിക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് മടിയുള്ള കഥാപാത്രങ്ങൾ, ആ ഡയലോഗ് പറയാനൊരു മടിയുണ്ടാവും. പക്ഷെ കഥാപാത്രമാണ്, നമ്മളെ മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, നമ്മളത് പറയാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്യപിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം വേറൊരു സിനിമയുണ്ട്, സ്വം എന്ന് പറഞ്ഞിട്ട്, ഷാജിൻ കരുൺ സാറിൻ്റെ സിനിമ. സാറിൻ്റെ 3-4 സിനിമകൾ ഡബ് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ ഡബ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അതുവരെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ചിലപ്പോൾ അവിടെ ഉപകാരപ്പെടില്ല. മനസ്സിലായോ? നമ്മൾ പുതിയ കുറേ അനുഭവങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റുഡിയോ വിടുന്നത്. ഒരു നോർമൽ ഡബ്ബിംഗ് പ്രൊസീജിയറിലൂടെ അവിടെ നമുക്ക് പോകാൻ സാധിക്കില്ല സാറിനെ പോലെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. കാര്യം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവരുടെ അപ്രോച്ച്. ഒരു കഥാപാത്രം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല അവരതിനെ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരത് പറയും, ആദ്യം ഒന്ന് കാണൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കഥാപാത്രം കണ്ടു, നമ്മൾ നമ്മുടെ മനസ്സിൽ ആ കഥാപാത്രത്തെ നമ്മുടെ രീതിയിൽ ഉൾക്കൊണ്ട് കഴിയുമ്പോഴാണ് ഈ കഥാപാത്രത്തിൻ്റെ ലെയേഴ്സ് എന്താണ്, ഈ കഥാപാത്രം എന്ത് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് വന്നതാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം നമ്മുടെ റെൻഡറിങ്ങിലും ഇതെല്ലാം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പറയുന്ന ഡയലോഗിൻ്റെ ബാക്കിൽ ഇന്ന ഫിലോസഫിയാണ് ഞാനിതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അത് മനസ്സിലുണ്ടാവണം. നമ്മുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ
ശബ്ദത്തിലും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എപ്പോഴും ചിന്ത ശരിയാകുമ്പോഴാണല്ലോ നമ്മുടെ പ്രവൃത്തിയും ശരിയാവുന്നത്. അതുപോലെ തന്നെയാണ് ആ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുള്ളപ്പോഴാണ് അത് റെൻഡർ ചെയ്യുമ്പോഴും ആ ഒരു ഔട്ട്കം നമ്മുടെ ശബ്ദത്തിലൂടെ വരുന്നത്. ഈ സ്വം എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഞാൻ 4-ലോ 5-ലോ ആ ഒരു സമയത്ത് പഠിക്കുമ്പോഴാണ്. അത് മലയാളമല്ല, തമിഴാണ് സംസാരിക്കേണ്ടിയിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ തമിഴ് ഒരു ലാംഗ്വേജ് അപ്പം പറയുന്നത്. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോൾ ഒരു അംബാസഡർ കാറ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, അതിൽ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എന്നെ അമ്മ റെഡിയാക്കി എന്നെയും ഈ കാറിലിരുത്തി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോകുന്നു. പ്രസീത എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ആ കുട്ടിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്. ഒരുപാട് കുട്ടികളെ നിർത്തിയിട്ട് എല്ലാവരെ കൊണ്ട് ഓരോ ഡയലോഗ് പറയിപ്പിക്കും. അന്ന് എന്നെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാത്രിയിലാണ് ഡബ്ബിങ് നടക്കുന്നത്. 2 മണി 3 മണി ആ സമയം വരെയും ഡബ്ബിങ് പോകും. കുഞ്ഞായതുകൊണ്ട് തന്നെ ഉറക്കം വരും. അപ്പോൾ തട്ടി ഉണർത്തും. എന്നിട്ട് ഈ ഡയലോഗ് പഠിക്കാൻ തരും. അപ്പോൾ അവിടെ ഒരു എമർജൻസി ലാമ്പുണ്ട്. ആ ലാമ്പിൻ്റെ താഴെ പോയിരുന്നിട്ട് ഈ ഡയലോഗ് കാണാതെ പഠിക്കാൻ പറയും. കാര്യം മലയാളം അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഫുൾ ഡയലോഗ്, അമ്മയ്ക്കൊരു പുടവ വാങ്ങപ്പെടാതിരുന്നതാ, ഇപ്പടി പാതി ഉണങ്ങുന്നതും കാത്ത് വെയില നിൽക്കുന്നത് പാത്ത ரொம்ப സങ്കടമായി ഇരിക്കുക, അങ്ങനെ എന്തോ ഒരു ഡയലോഗായിരുന്നു. ഇതെല്ലാം കാണാതെ പഠിച്ച് ഞാനത് റെൻഡർ ചെയ്ത് 2 മണി 3 മണി ആയപ്പോൾ കഞ്ഞി കുടിക്കുന്ന ഒരു സീൻ വരികയാണ്. ആദ്യം സീൻ കാണാൻ പറയും. അപ്പം സീൻ കണ്ടു. അപ്പോൾ ഈ അമ്മയും ബ്രദറിനെയും കാത്ത് ഈ കുട്ടി ഒരു പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഞ്ഞി കുടിക്കുന്നുണ്ട്. ഒരു ബൗള് പോലെ ഒരു പാത്രത്തിൽ നിന്നാണ് ഈ കുട്ടി കഞ്ഞി കുടിക്കുന്നത്. കോരി കുടിക്കുകയല്ല, ബൗളിൽ നിന്ന് നേരിട്ട് കുടിക്കുകയാണ്. അപ്പോൾ കോരി കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ച് കോരി കുടിക്കാം. ഇത് ബൗളിൽ നിന്ന് തന്നെ കുടിക്കാം. അപ്പോൾ എനിക്കൊരു ബൗൾ കൊണ്ട് തന്നു. അതിൽ കഞ്ഞിയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഞ്ഞി രാത്രി 8 മണിക്കോ മറ്റോ അവിടെ കൊണ്ടുവച്ച ഒരു കഞ്ഞിയാണ്. ഈ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീതങ്ങ് പൊളിച്ചു. ഇത് വായിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ കുഞ്ഞായതുകൊണ്ട് എനിക്കത് പറയാൻ പേടിയായിരുന്നു. ഒന്ന് കുടിക്കേണ്ടി വന്നു. അത് കുടിച്ച് തന്നെയാണ് ഡബ് ചെയ്തത്. അതുപോലെ ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ച ഒരു സിനിമയിൽ അവരെ കഴുത്തിൽ പ്ലാസ്റ്റിക് കവറിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അത് എൻ്റെ കഴുത്തിൽ ആ ഒരു കവറിട്ട് തന്നെയാണ് അത് ചെയ്തത്. പിന്നെ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാതെ തന്നെ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്. ചിലരിങ്ങനെ പേന വെച്ചിട്ട് അത് പറയുന്നത് ഞാൻ കണ്ടു. പലരും പല രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആ പ്രോപ്പർട്ടി ഇല്ലാതെ ആ ശബ്ദം കൊണ്ടുവരാനായിട്ട് ഒരുപാട് നാൾ ഡബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറ്റും. പക്ഷെ ആദ്യം ഒന്നും പറ്റില്ല കേട്ടോ, ഒന്നും വരില്ല. ഇപ്പം പിന്നും കുറച്ചൊക്കെ നമുക്ക് ഇപ്പം ഭക്ഷണം ഇല്ലാതെ തന്നെ ഭക്ഷണമുള്ള പോലെ നമുക്ക് സംസാരിക്കാനും അതൊക്കെ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രസകരമായ അനുഭവങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ തെറ്റിപ്പോകും, അപ്പം കളിയാക്കും. തമിഴിൽ ഡബ് ചെയ്യാറുണ്ടോ? തമിഴ് സിനിമ അങ്ങനെ ഡബ് ചെയ്തിട്ടില്ല. മലയാളത്തിൽ വരുന്ന തമിഴ് ഡയലോഗ്സ്. ഇപ്പോൾ സംസ്കൃതം സിനിമ ഡബ് ചെയ്തിട്ടുണ്ട്. 2 സംസ്കൃതം സിനിമ ഡബ് ചെയ്തിട്ടുണ്ട്. സൂര്യകാന്തി അതാണ് ഒരു സിനിമ. ഒരു സിനിമയുടെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ പേരങ്ങ് മറന്നു. പക്ഷെ നല്ല ഒരു കഥാപാത്രമായിരുന്നു. പ്രിയമാനസം, കറക്റ്റ്. പ്രിയമാനസത്തിൻ്റെ മലയാളം വേർഷനാണ് ഞാൻ ആദ്യം അതിൻ്റെ സ്ക്രിപ്റ്റ് കാണുന്നത്. പിന്നീടാണ് ഈ പ്രിയമാനസം സംസ്കൃതത്തിലേക്ക് എടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മലയാളത്തിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വിനോദ് സാറിനോട് പറയും, ഈ മലയാളത്തിൻ്റെ സ്ക്രിപ്റ്റ് നമുക്ക് നാടക രൂപത്തിലെങ്കിലും അത് റെക്കോർഡ് ചെയ്യണം, അത്ര മനോഹരമായ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം ഇത് സംസ്കൃതത്തിലേക്കാണ് എടുക്കുന്നത്. എന്നെ ഡബ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാനില്ല. കാര്യം എനിക്ക് സംസ്കൃതം അറിയില്ല. ഡാൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ശ്ലോകങ്ങൾ അറിയാം എന്നതിൽ കവിഞ്ഞ് എനിക്ക് സംസ്കൃതം പറയാൻ എനിക്കറിയില്ല. അതിൻ്റെ ഒരു റെൻഡറിങ് മോഡുലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ടോൺ പിച്ചിങ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞു വരൂ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സംസ്കൃതം മാഷ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു വശത്ത് അതിൻ്റെ മലയാളം ഉണ്ടാവും, അതിനിപ്പുറത്ത് അതിൻ്റെ സാൻസ്ക്രിറ്റ് ഉണ്ടാവും. അപ്പം അതിൽ എവിടെയാണ് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടത്, ഓരോ വാക്കിൻ്റെയും അർത്ഥം മാഷ് പറഞ്ഞുതരും. അപ്പം ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇങ്ങനെ പറയൂ. അങ്ങനെയാണ് ആദ്യത്തെ സംസ്കൃതം സിനിമ ഡബ് ചെയ്യുന്നത്. രണ്ടാമത്തെ സംസ്കൃതം സിനിമ ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ മാഷൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ട്രാൻസ്ലേഷനും ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വിശ്വാസത്തിൽ അങ്ങ് ചെയ്തു. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും. കാതിൽ തേൻമഴയായി ആ ഗാനം കേൾക്കാം. അത് ഒരുപാട് റിയാലിറ്റി ഷോസിലും എല്ലാം കുട്ടികൾ പാടിയും എത്ര പ്രാവശ്യം കേട്ടാലും അടുപ്പ് തോന്നാത്ത ഗാനമാണ് കാതിൽ തേൻമഴ. അതൊരു തേൻമഴയായി തന്നെയാണ് ദാസാറ് റെൻഡർ ചെയ്തിരിക്കുന്നതും. നമുക്ക്
ആ ഗാനം കേൾക്കാം. സലിൽ ചൗധരിയുടെ സംഗീതമാണ്, തീർച്ചയായും. വാൽമീകുറുപ്പ് സാറിൻ്റെ വരികളും. അതെ, ഈ വരികളും ഒക്കെ മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന വരികളാണ്, മറന്നു പോവില്ല. അതാണ് അതിലേറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. ഒരുപക്ഷെ അംഗീകാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേവിക്ക് ജനങ്ങളുടെ ഇഷ്ടത്തിനപ്പുറം ദേശീയ അവാർഡ് തന്നെ ലഭിച്ചിട്ടുണ്ട്, അതുപോലെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡിനെ കുറിച്ച് പറയാമോ? ദേശീയ അവാർഡ് ഭാഗ്യം മാത്രമാണ്, കഴിവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ ഒരു ദേശീയ അവാർഡ് കിട്ടാനുള്ളൊരു പെർഫോമൻസ് അതിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കറിയില്ല. ഞാൻ ആ ദേശീയ അവാർഡിനെ കാണുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എൻ്റെ ഈ ഒരു ശബ്ദ ലോകത്തെ എൻ്റെ യാത്രയിൽ ഞാൻ വളരെ സിൻസിയറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ എവിടെയും തല ഉയർത്തി നിന്ന് പറയുന്ന കാര്യമാണ്. അത് ആരല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ വർക്കും ചെയ്തിട്ടുള്ളത്. അയ്യോ ഇതൊന്ന് ഓക്കെ വെക്കുമോ എന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അത് ഓക്കെ ആവുന്നത് വരെ പറയാനുള്ള ഒരു ക്ഷമ ഈശ്വരൻ എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു അംഗീകാരം മാത്രമായിട്ടാണ് ഞാൻ ആ ദേശീയ അവാർഡിനെ കാണുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ദേശീയ അവാർഡിന് എൻ്റെ നോമിനേഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പ്രഖ്യാപിച്ചിട്ടും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ചിട്ട് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത് എനിക്ക് ദേശീയ അവാർഡ്. മോഹിനിയാട്ടത്തെ കുറിച്ചായിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനെല്ലാം ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു നർത്തകി കൂടിയാണ്. മോഹിനിയാട്ടം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കലാവിഭാഗമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, മോഹിനിയാട്ടത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നവരുണ്ട്. ഞാൻ പത്മസുബ്രഹ്മണ്യം മാഡത്തിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ദേശീയ അവാർഡ് വരുന്നത്. അപ്പോൾ നൃത്തവുമായി ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു ദേശീയ അവാർഡ് വരുന്നത്. ഇതെല്ലാം എൻ്റെ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവുമാണ്. ഈ അവാർഡിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അല്ലെങ്കിൽ എനിക്ക് അവാർഡ് തരാൻ വേണ്ടി അതിൽ പെർഫോമൻസ് ഉണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. അത് എൻ്റെ ആ വർഷം വരെയുള്ള എൻ്റെ ഡെഡിക്കേഷന് ഈശ്വരൻ തന്ന ഒരു അംഗീകാരമായിട്ടാണ് അതിനെ കാണുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ദൃശ്യം 2-ല്. ദൃശ്യം 2-നാണ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സ് അതിന് മുൻപ് 3 തവണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബാലതാരമായിട്ട് ഉള്ളതിനൊരു ആക്ച്വലി അംഗീകാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭാഗ്യവതിയാണ്. കിട്ടാവുന്ന അംഗീകാരങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. ഈ വോയിസ് ഓവർ ഇപ്പോൾ കൊടുക്കാറുണ്ടോ ഡബിങ്ങിനപ്പുറം? കൊടുക്കാറുണ്ട്. കമൻട്രി, നറേഷൻ. ടു ബി ഓണസ്റ്റ് ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ് ഈ വോയിസ് ഓവർ. ആരെങ്കിലും ചോദിച്ചാൽ പറയും ഇത്ര പാടെന്താണ്, വായിച്ചാൽ പോരെ? ആക്ച്വലി ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കുറേ ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന പോലൊരു ആളുണ്ടായിരുന്നു, അവരിങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് മടുപ്പുണ്ടാവും. അപ്പം ആ പറയുന്നത് എന്നാൽ നമുക്ക് സാധാരണ ഒരു ഡയലോഗ് പറയുന്ന പോലെ അതിനെ മോഡുലേറ്റ് ചെയ്യാനും പറ്റില്ല, എന്ന ആളുകൾക്ക് മടുപ്പുണ്ടാവാനും പാടില്ല. അപ്പോൾ അതൊരു വലിയ കലയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഈ ഒരു നറേഷനിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഈ കാര്യം. നമ്മുടെ വോയിസും പെട്ടെന്ന് ടയേർഡാവും ഈ ഡോക്യുമെൻ്ററി. എനിക്കാണ് കേട്ടോ, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഡോക്യുമെൻ്ററി നറേഷൻ ചെയ്യുമ്പോൾ വോയിസ് പെട്ടെന്ന് എനിക്ക് ടയേർഡാവുന്നത് പോലെ തോന്നാറുണ്ട്. ഡബ് ചെയ്താൽ അങ്ങനെ എനിക്ക് ടയേർഡാവുന്നതായിട്ട് തോന്നാറില്ല, പക്ഷേ നറേഷൻ എടുക്കുമ്പോൾ അത് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് പരസ്യ ചിത്രങ്ങൾക്ക് ഡബ് ചെയ്യുന്നതും. ഈ ഒരു 30 സെക്കൻഡ് ആയിരിക്കും എപ്പോഴും പരസ്യ ചിത്രങ്ങളുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിനുള്ളിൽ ആ ഒരു പ്രോഡക്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. അത് നമ്മൾ സാധാരണ സംസാരിക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയും ഉണ്ടാവണം. ഇപ്പോൾ ഒരു മരുന്നാണെങ്കിൽ തന്നെ ആ മരുന്നിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുണ്ടാവും. ഇതെല്ലാം ഈ 30 സെക്കൻഡിനകത്ത് വളരെ സ്പീഡിൽ പറയാൻ പറ്റുന്ന ആയുർവേദ പേരുകളൊന്നും ആയിരിക്കില്ല. അത് നമ്മൾ ഡെയിലി ബേസിസിൽ പറയുന്ന വാക്കുകളില്ല, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത കുറേ വാക്കുകളായിരിക്കും. അത് സംസ്കൃത പദങ്ങളായിരിക്കും മിക്കവാറും ഈ ആയുർവേദ മരുന്നിൻ്റെയൊക്കെ പരസ്യം വരുമ്പോൾ. ഇതെല്ലാം ഈ 30 സെക്കൻഡിൽ വളരെ സ്പീഡിൽ, ക്ലാരിറ്റിയിൽ, എന്നാൽ ആ പ്രോഡക്റ്റ്, അതായത് ആ പരസ്യം കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് ആ ആളുടെ മനസ്സിലുണ്ടാവണം. പിന്നീട് എപ്പോഴെങ്കിലും ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ശബ്ദമായിരിക്കും ഇവരുടെ മനസ്സിൽ. അത് അവരിലേക്ക് ആ 30 സെക്കൻഡിൽ എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സമയമെടുക്കാറുണ്ട്. ഞാൻ പരസ്യചിത്രങ്ങൾ ഡബ് ചെയ്യാൻ സാധാരണ ഡബ് ചെയ്യുന്നതിൽ കൂടുതൽ സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആഡ്സ് വരുമ്പോഴാണ് ഇപ്പം ചെയ്യാറുള്ളത്. അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം മകൾ ജനിച്ചതിന് ശേഷം ആ ചെയ്തു വന്ന പാറ്റേണിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. മകളെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ ആ ടൈമിൽ വിളിക്കാൻ പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു ജോലി ഇതൊരു ജോലിയായിട്ട് കാണുകയാണെങ്കിൽ ഇതൊരു പാഷനാണ്, ഇതൊരു കലയാണ്.
അതിനെ നമ്മൾ ജോലിയായി കാണുകയാണെങ്കിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു, മകളെ സ്കൂളിലാക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ഹസ്ബൻഡായിരിക്കും ചിലപ്പോൾ സ്കൂളിലാക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മോളെ വൈകുന്നേരം ഞാൻ വിളിക്കാൻ പോകുന്നു, തിരിച്ച് ട്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കുന്നു, ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ വർക്ക് ചെയ്യുന്നു, തിരിച്ച് ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുന്നു, മോളെ പഠിപ്പിക്കുന്നു, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അമ്മയായിട്ടുള്ള ഒരു സ്ത്രീ സാധാരണ ജോലിയും കൂടി അവർക്കുണ്ടെങ്കിൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഞാനും ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒറ്റ ഒരു ഫാക്ടർ, ഇത് കുറച്ചുകൂടി നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു ജോലിയാണ് എന്നുള്ളതാണ്. നമ്മുടെ ശബ്ദം ആളുകൾ കേൾക്കുന്നു. ഒരു സ്ത്രീ ഓഫീസിലിരുന്ന് ഫയൽ നോക്കുന്നത് പോലെ തന്നെയാണ് ഞാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ആ ജോലിയിലെ എൻ്റെ ശബ്ദം ആളുകൾ എടുക്കുന്നു, എന്നെ ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിനകത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അതാണ് ഭാഗ്യവും. കാര്യം എന്നെക്കാളും നല്ല ശബ്ദമുള്ള, എന്നെക്കാൾ നന്നായി ഡബ് ചെയ്യാൻ സാധിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ എന്നെ പോലെയുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത്. അതാണ് അതിലെ ഭാഗ്യം. അപ്പം ആ പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എത്രത്തോളം നന്നായി പെർഫോം ചെയ്യാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഹാർഡ് വർക്ക് എന്താണെന്നുള്ളിടത്താണ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതല്ല നമ്മൾ ചെയ്യുന്നത് എല്ലാം നല്ലതാണ്, എല്ലാം വളരെ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ വളരില്ല. അവിടെ നമ്മൾ സ്റ്റോപ്പ് ആവുകയാണ്. നമുക്ക് മുമ്പോട്ട് വളരാൻ സാധിക്കില്ല. ഇത്രയും വർഷം, ഈ ഒരു 30 വർഷത്തിൽ കൂടുതൽ, 32-33 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും ഞാൻ നന്നായി ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ചില കഥാപാത്രങ്ങളെങ്കിലും പിന്നീട് ഡബ് ചെയ്ത് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ എന്ത് മണ്ടത്തരാണ് പറഞ്ഞിരിക്കുന്നത്, അതിങ്ങനെ അല്ലായിരുന്നു, അതിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, അപ്പോൾ അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് അല്ലേ. ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു വർക്കിൽ പിന്നീട് കേൾക്കുമ്പം ഇതിങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കുറച്ചുകൂടി ഇമ്പാക്റ്റ്, അന്നത് തോന്നിയില്ല, അപ്പോൾ അത് പറയാൻ തോന്നിയില്ല, ഇപ്പോഴായിരിക്കും അതങ്ങനെ മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത്. ഒരു പക്ഷേ അത് പറഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള മാറ്റങ്ങളായിരിക്കാം. ഒരു 10 കൊല്ലം മുൻപ് ഞാൻ ഡബ് ചെയ്ത ഒരു സീൻ ഇന്ന് എനിക്ക് തന്നാൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ അത് തന്നെയായിരിക്കും പറയുന്നത്. അത് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റായിട്ട് ഇതുവരെ ഞാൻ പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ടേക്കിൽ ഓക്കെ ആവണം അല്ലേ, പിന്നീട് അത് മാറ്റണം എന്ന് തോന്നലുണ്ടാവരുത്. അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ചില കഥാപാത്രങ്ങൾ നമ്മൾ പറയില്ലേ, ആ ആർട്ടിസ്റ്റിനെ കവിഞ്ഞ് നമുക്ക് വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ കഴിയില്ല, അതത്രയും പെർഫെക്റ്റായിട്ട് അവർ ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നിടത്താണ്. ഒരുപക്ഷെ ഞാൻ ഡബ് ചെയ്ത ഏത് കഥാപാത്രവും വേറൊരാൾ ഡബ് ചെയ്താൽ ഇതിനേക്കാൾ നന്നാകുമായിരിക്കാം. പക്ഷെ ഭാഗ്യം തുണച്ചു, ഈശ്വരാനുഗ്രഹം. എങ്ങനെയാണ് ശബ്ദത്തിൻ്റെ മാത്രം മാധ്യമമായ ആകാശവാണി താങ്കളുടെ ഈ ശബ്ദലോകത്തെ സമ്പുഷ്ടമാക്കിയിട്ടുള്ളത്, പറയാമോ? തീർച്ചയായിട്ടും ആകാശവാണി ശ്രവിക്കുന്ന കുറേ ശ്രോതാക്കളുണ്ടല്ലോ, അവരുടെ പിന്തുണ വളരെ വലുതാണ്. നാടകങ്ങൾ ഇവിടെ നിരന്തരം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിരന്തരം ഇവിടെ ഒരുപാട് കത്തുകൾ വരുമായിരുന്നു. എനിക്ക് കത്തുകൾ ആകാശവാണിയിൽ വരുമായിരുന്നു. അപ്പോൾ തീർച്ചയായും ആകാശവാണിയുടെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ആ കത്തുകൾ എനിക്കിവിടെ ലഭിച്ചിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൂർണ്ണമായും കഥാപാത്രങ്ങൾ കിട്ടുന്നത് ആകാശവാണിയിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു ഭാഗം സമ്പുഷ്ടമാക്കിയിട്ടുള്ളത് ആകാശവാണി തന്നെയാണ്. തീർച്ചയായിട്ടും. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ ഇനി? ആകാശദീപം, ശരത് സാറിൻ്റെ പാട്ടുകൾ എപ്പോഴും എന്താ പറയുക, അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയതായിട്ട് അല്ലേ, എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തോന്നും. ഞാൻ ഈ അടുത്ത കാലത്താണ് ശരത് സാറിനെ നേരിട്ട് കാണാനുള്ളൊരവസരം ഉണ്ടാവുന്നത്. ഞാൻ സാറിനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. അപ്പോൾ സാർ എൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു സംഗീത സംവിധായകനുമായിട്ട് അദ്ദേഹത്തെ പോലൊരു വലിയ ഒരു ആളെ പരിചയപ്പെടാനുള്ളൊരവസരം കൂടി എനിക്കുണ്ട്. ഇപ്പോൾ ജയചന്ദ്രൻ സാറുമായിട്ടും എന്നെ അനിയത്തി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് തന്നെ. അപ്പം കലാപരമായിട്ട് ഇപ്പം ഡാൻസിലൊക്കെ പാട്ടിൻ്റെ ചില സംശയങ്ങൾ, അല്ലെങ്കിൽ അവിടെ ഈ താളം പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ജയചന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് പറ്റാറുണ്ട്. സാറെന്ന് വിളിച്ചാൽ വഴക്ക് പറയും, ചേട്ടനെന്ന് വിളിക്കണം, അനിയത്തിയായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറയും എപ്പോഴും. അപ്പോൾ ശരത് സാറിനെയും അതുപോലെ ഞാൻ ഏറ്റവും ബഹുമാനത്തോടു കൂടി, എല്ലാ സംഗീത സംവിധായകരെയും ബഹുമാനത്തോടു കൂടി കാണുന്നു. കാരണം ഒരു പാട്ട് മൂളാൻ പോലും എനിക്ക് പേടിയാണ്. അപ്പം അങ്ങനെ ഒരു എവിടെ നിന്നോ ഇവരൊരു ഗാനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒന്നും കഴിവെന്ന് പോലും പറയാൻ പറ്റില്ല. ആരൊക്കെയോ എഴുതിയ കുറേ ഡയലോഗ്സ് നമ്മൾ റെൻഡർ ചെയ്യുന്നു. പക്ഷേ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളൊരു ഗാനം ഉണ്ടാക്കുന്നു, അത് പാടുക എന്ന് പറയുന്നതും അത് ഉണ്ടാക്കുക എന്ന് പറയുന്നതും വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇനിയൊരു ജന്മം ഈശ്വരൻ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പാട്ടുകാരിയായി ജനിക്കണം, അല്ലെങ്കിൽ പാട്ടുകാരിയായി തീരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ നമുക്ക് ആകാശദീപം എന്നുള്ള പാട്ട് കേൾക്കാം. എന്തായാലും ആകാശവാണിയിൽ വന്ന് ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കലാജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിനും ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. ആക്ച്വലി ഞാനാണ് നന്ദി പറയേണ്ടത്. കാരണം
നാടകങ്ങൾ ഇടയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂസ്, ഇതുപോലെയുള്ള പ്രോഗ്രാംസിന് എന്നെ ആകാശവാണി ഇപ്പോഴും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രോതാക്കളുമായി ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും ചിലപ്പം ഫോണിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയും എനിക്ക് ഡയറക്റ്റ്ലി ആളുകളോട് സംസാരിക്കാനുള്ള അവസരവും ആകാശവാണിയിലൂടെ ലഭിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഇത്രയും നാളും എൻ്റെ വർക്കുകൾ കേട്ട് അതിലെ നല്ലതും ചീത്തയും എല്ലാം പറയാനാണെങ്കിലും എന്നെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നെ അറിയിക്കാറുണ്ട്. അത് തുടർന്നും ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ജീവിതമുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം. നന്ദി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ദേവി അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം MB ശശികുമാർ. നിർവഹണ സഹായം വിനോദ് കല്ലറ.